ഈ ഒരു അവസരത്തിൽ സൈഫ് പറയേണ്ടത്, അതായത് നമ്മുടെ അധ്യാപകർ, നമുക്കറിയാം നമ്മുടെയൊക്കെ അധ്യാപകർ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് നമ്മൾ ബഹുമാനിച്ചിരുന്നത്, അവരെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ അധ്യാപകർ വലിയ ആശങ്കയിലാണ്. തീർച്ചയായും അങ്ങനെ ഒരു അധ്യാപിക നമ്മോടൊപ്പം ഉണ്ട്, ഷീജ കളത്തിൽ. ശ്രീമതി ഷീജ കളത്തിൽ, നേരത്തെ ജിൽസ് സൂചിപ്പിച്ചതുപോലെ താങ്കൾ പല ജനറേഷനെ കണ്ട ഒരാളായിരിക്കും. എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളിലെ തന്നെ പല തലമുറയെ മാറുന്ന പല തലമുറ, ഇപ്പോൾ 80s-ലെയും 90s-ലെയും 2000 വന്നതിന് ശേഷമുള്ള ഏറ്റവും ഒടുവിൽ ആൽഫ ജനറേഷനെയൊക്കെ കണ്ട ഒരു അധ്യാപിക എന്നുള്ള നിലക്ക്. ഇപ്പോൾ ജിൽസി പറഞ്ഞ പോലെ നമ്മൾ ഏറി വന്നാൽ ഡസ്റ്റർ കൊണ്ട് എറിയും, അല്ലെങ്കിൽ ചോറ്റുപാത്രം കൊണ്ട് എറിയും. അതിന് നമ്മുടെ അധ്യാപകനോ ബെഞ്ചിൽ കയറ്റി നിർത്തും, രക്ഷിതാവ് വരും, അതോടുകൂടി അത് തീരും. പക്ഷെ ഇപ്പോൾ അത് തീരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് അധ്യാപകനെ വെല്ലുവിളിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ. മാഷെ തീർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തിരിക്കും എന്ന ഭീഷണി അടക്കം കാണുകയാണ്. അപ്പോൾ തീർച്ചയായും അപ്പോൾ ശ്രീമതി ഷീജ കളത്തിൽ, എവിടെയാണ് പുതിയ ജനറേഷന്, ഒരു 2-3 ജനറേഷനെ ഇതിനു മുമ്പ് കണ്ട ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് പുതിയ ജനറേഷന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു അധ്യാപിക എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എവിടെയാണ് ഈ പിഴവോ പാളിച്ചയോ പറ്റിയത്? ഞാൻ കഴിഞ്ഞ 27 വർഷമായിട്ട് അധ്യാപന രംഗത്തുള്ള ഒരാളാണ്. പറഞ്ഞതുപോലെ ഒരുപാട് തലമുറകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് ഒരു തലമുറ എന്ന് പറയുമ്പോൾ ഒരു 10 വർഷത്തെ ഒരു ഇടവേള ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയെ നമ്മൾ കണക്കാക്കേണ്ടത് ഒരു ദിവസം ജനിച്ചു വീഴുന്ന കുട്ടികൾ ഒരു തലമുറ എന്നുള്ള വിധത്തിലാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അത്ര വേഗതയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു 2025 നിൽക്കുമ്പോഴുള്ള കുട്ടികളിലേക്ക് വരുമ്പോൾ അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അവരുടെ ഡിജിറ്റൽ സ്പേസാണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ കൂട്ടം കൂടുക, വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് പറയുക, കണ്ട സിനിമകളെക്കുറിച്ച് പറയുക, തൊട്ടടുത്ത വീട്ടിലുണ്ടാവുന്ന വിഷയങ്ങളെക്കുറിച്ച്, സ്വന്തം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഇന്നത്തെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു സോഷ്യലൈസേഷൻ വളരെ കുറവാണ്. അവരിടപെടുന്നത് മുഴുവനും ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ മാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിലുള്ള സിനിമകളുടെ, സോഷ്യൽ മീഡിയകളിലൂടെ അവർ പങ്കുവെക്കുന്ന, അവർ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന റീൽസുകളുടെ സ്വഭാവത്തിലൊക്കെ വരുന്ന മാറ്റങ്ങൾ ഈ കുട്ടികളെ വല്ലാതെ മാം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഞാനൊന്ന് ഇടപെട്ട് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ പണ്ട് കുട്ടികൾ കൂട്ടം കൂടുമ്പോൾ വായിച്ച ഒരു ബാലരമയുടെയോ വായിച്ച ഏതെങ്കിലും മറ്റൊരു കഥയുടെയോ ഒക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇന്ന് ഇവർ കൂട്ടം കൂടുമ്പോൾ ഇന്നലെ കളിച്ച വീഡിയോ ഗെയിമിന്റെ കാര്യങ്ങളെക്കുറിച്ച്, അതായത് തൻ്റെ എനിമിയെ എത്ര വിദഗ്ധമായി കില്ല് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം ആണ് പരസ്പരം സംസാരിക്കുന്നത്. അപ്പോൾ കില്ലിങ്ങും ചോരയും ഈ പറഞ്ഞ നമ്മളെ ടൈറ്റിൽ പോലെ തന്നെ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്ന തരത്തിലുള്ള പാട്ടുകളും ഒക്കെയാണ്. അപ്പോൾ ഈ പുതിയ സ്മാർട്ട് ഫോൺ ഉപയോഗം, അവർക്ക് കിട്ടുന്ന അവസരങ്ങളും കിട്ടുന്ന സൗകര്യങ്ങളുമാണല്ലോ ഈ കൗമാരഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു ജീവിതത്തെ സ്വാധീനിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ കാലത്ത്, സോഷ്യൽ മീഡിയ കാലത്ത് അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഈ അവസരങ്ങളും അത് എത്ര കണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്? ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വന്നത്. പിന്നെ കുട്ടികൾ അഭിരമിക്കുന്ന അവരുടെ റീൽസുകൾ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് സമയമാണ് അവർക്ക് ഒരു റീൽസിൽ കിട്ടുന്ന ഒരു സമയം. അങ്ങനെ നിരന്തരം റീൽസുകൾ മാറി മാറി അവർ മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്ത് അതിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള വികാരങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. പക്ഷേ ഈ വികാരങ്ങളൊന്നും കുറച്ച് സമയത്തേക്ക് നിലനിൽക്കുന്നില്ല. ഇപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു വികാരമാണെങ്കിൽ അത് വളരെ കുറച്ച് സമയമാണ്. അത് കഴിഞ്ഞ് അവർ തൊട്ടടുത്ത ഒന്നിലേക്ക് പോകുന്നു. റീൽസുകളിലൊക്കെ കുട്ടികൾ ചിത്രീകരിച്ച് ഷെയർ ചെയ്യുന്ന റീൽസുകളിലൊക്കെ ഉള്ളത് ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളുടെ ഒരു ഇഫക്റ്റ് തന്നെയാണ്. സിനിമയിലെ നായകൻ പറയുന്ന ഡയലോഗുകൾ, പ്രതിനായകൻ പറയുന്ന ഡയലോഗുകൾ, അതുപോലെ തന്നെ പാട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പോൾ സാധാരണ സംഗീതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ നവീകരിക്കുകയും അവിടെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് പോകാനുള്ള പുതിയ വികാരങ്ങളുടെ ഒരു വിമലീകരണത്തിൻ്റെ ഒരു പാതയാണ് തുറന്നു കൊടുക്കേണ്ടത് എങ്കിൽ ഇന്ന് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പാട്ടുകളുടെ വരികൾ, അതിൻ്റെ സാഹിത്യമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ചില തരത്തിലുള്ള പോർവിളികളാണ്. അങ്ങനെ പോർവിളികളിലൂടെ കുട്ടികൾ മുന്നോട്ട് പോവുകയും അത് തന്നെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട്
അവർ പുതിയ വിഷ്വലുകൾ ഉണ്ടാക്കി അത് ഷെയർ ചെയ്യുകയും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഓരോ റീലുകൾക്കും എത്ര ലൈക്ക് കിട്ടി, എത്ര കമൻസ് കിട്ടിയെന്ന് നിരന്തരം പരിശോധിക്കുകയും അതിൽ തന്നെ അടയിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്, കുട്ടികളുടെ ഒരു കൂട്ടമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബാലരമയിലെ കഥകളോ അല്ലെങ്കിൽ പിന്നീട് ലൈബ്രറിയിൽ നിന്ന് എടുത്തു വായിച്ച പുസ്തകങ്ങളുടെ വിവരങ്ങളോ ഒന്നും ഷെയർ ചെയ്യുന്നതിന് പകരം എങ്ങനെയാണ് ഇങ്ങനെ സിനിമാ നായകനെ പോലെ അല്ലെങ്കിൽ അവർ കാണുന്ന സിനിമയിലെ ഒരു പ്രതിനായകനെ പോലെ പെരുമാറേണ്ടത്, അവർ പങ്കുവയ്ക്കുന്ന ഡയലോഗുകളെ പോലെ നമുക്ക് എങ്ങനെ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അതിൽ അഭിനയിച്ചിരിക്കുന്നത് പോലെ അത്രയും വയലൻസ് കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോയെ മാറ്റിയെടുക്കാൻ സാധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇന്ന് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന രാസലഹരികളുടെ ഉപയോഗം എല്ലാ ഇടങ്ങളിലും, വിദ്യാലയങ്ങളിലാവട്ടെ, വീടുകളിലാവട്ടെ, പൊതു ഇടങ്ങളിലാവട്ടെ, ഈ ലഹരി കിട്ടാനും അത് ഉപയോഗിക്കാനുമുള്ള സൗകര്യം ഏറ്റവും കൂടുതലാണ്. ഏതൊരു ചെറിയ കുട്ടിക്കും പെട്ടെന്ന് തന്നെ ഇത്തരം വസ്തുക്കൾ ശേഖരിക്കാനും അത് ഉപയോഗിക്കാനും മറ്റുള്ള ആളുകൾ അറിയാതെ ഒളിച്ചു വയ്ക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് അവർ ആർജിച്ചെടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാൻ പലപ്പോഴും അധ്യാപകർക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ പറ്റാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുത കൂടിയാണ്.